നല്ല സുടുസുടാ ചോറില് നല്ല എരിവുള്ള ചമ്മന്തി. പിന്നെ എന്തെങ്കിലും ഒരു തോരൻ. അതോടൊപ്പം നല്ല അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച് ഈ മഴയത്ത് ഊണ് കഴിക്കുമ്പോഴുള്ള ഒരു സുഖം എൻ്റെ സാറേ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ടേ നല്ല നാടൻ പച്ചമുളക് വേണം. നമുക്ക് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കുറച്ച് പച്ചമുളക് തൈകൾ ഉണ്ടായതിൽ ഇതാ അടിപൊളിയായിട്ട് പച്ചമുളക് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ AC-യുടെ വെള്ളം വീണിട്ടാണ് വേനൽക്കാലത്ത് ഇവ പിടിച്ചു നിന്നത്. ഇപ്പൊ നോക്കി നിറച്ച് പച്ചമുളകാന്നേ. അതും നല്ല വയലറ്റ് കളറിലുള്ള പച്ചമുളക്. ഇപ്പൊ മഴയൊക്കെ കണ്ട് കളർ പോയി തുടങ്ങി. പച്ചമുളകിന്റെ വരെ കളർ പോയി തുടങ്ങിയെന്ന്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നു ഈ പവിഴമല്ലി കേട്ടോ. കേട്ടിട്ടില്ലേ? പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ പവിഴമല്ലി? ഇതാണ് പവിഴമല്ലി. നല്ല മണമാണ് കേട്ടോ. പക്ഷെ അത് വൈകുന്നേരം മാത്രമേ വിരിയുള്ളൂ. കാലത്ത് ഇത് അതുപോലെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അങ്ങനെ പച്ചമുളകൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല ഉള്ളി ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാരണം ധാരാളം ഉള്ളി ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചോളൂ. പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നമ്മുടെ ചോപ്പർ കൂട്ടൻ അങ്ങോട്ട് ഏറ്റെടുത്തോളൂ കേട്ടോ. കുറച്ച് വെളുത്തുള്ളി അതോടൊപ്പം തന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇവരെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ സവോള ഈ ഉള്ളി നന്നാക്കാൻ മടിയുള്ളവരെ ഇച്ചിരി സവാളയും കൂടി ഇട്ടോളൂ. ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ല ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ നല്ല നാടൻ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈ ഒരു ചോപ്പർ കൂട്ടണിൽ അടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് ഇത്തിരി കായ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പൊടികളായിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലിയും മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നല്ല കല്ലുപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ, അതായത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വേറെ പൊടികളൊന്നും ചേർക്കണ്ടെന്നേ. ഈ പച്ചമുളകും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു മുളകിൻ്റെ എരിവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് വരും. മാത്രമല്ല ഉള്ളിച്ചമ്മന്തിയും. ഇനി വിശേഷങ്ങളൊക്കെ പറഞ്ഞേക്കണതിനിടയിൽ അതുകൊണ്ട് കരിച്ച് കളയണ്ട. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൽ പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാളംപുളി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്തി ഉണ്ടല്ലോ 3-4 ദിവസം ഇതുപോലെ തന്നെ ഇരിക്കുന്നേ. ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട. എന്നിട്ട് ചോറ് അങ്ങോട്ട് വിളമ്പുക. അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ കൂണും അതുപോലെ തന്നെ ക്യാരറ്റും തോരനും അങ്ങോട്ട് വെക്കുക. പിന്നെ ഈ ഒരു ചമ്മന്തി ഇങ്ങനെ ഉരുളുരുട്ടി ഈ ഒരു സൈഡിൽ വെക്കുക. അതോടൊപ്പം തന്നെ അമ്മ അമ്പഴങ്ങ അച്ചാർ ഇട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതും അങ്ങോട്ട് ഇടുക. എന്നിട്ട് അത് അങ്ങോട്ട് ചോറിൽ അത് നല്ല സുടാ ചോറിൽ അങ്ങോട്ട് പുരട്ടുക. എന്നിട്ട് വായയിൽ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കഴിക്കുക. എൻ്റെ സാറേ വേറെ ലെവലാണ് കേട്ടോ.